കാണണമിവിടം രോഗാലയം, കത്രികയില്ലാതെ ബോധം കെടുത്താതെ ഓപ്പറേഷൻ നടത്താറുണ്ടിവിടെ. രോഗികൾ പ്രാണൻ കൊണ്ടോടാറുണ്ടിവിടെ. ബെഡുകളില്ലാതെ തലയിണയില്ലാതെ തറയിൽ കിടത്താറുണ്ടിവിടെ. രോഗിയെ മൂട്ട കടിക്കാറുണ്ടിവിടെ. മരുന്നുകളില്ലാത്ത ചികിത്സിക്കാനറിയാത്ത തരികിട ആശുപത്രി. അയ്യോ കഷ്ടം ഇവിടം രോഗാലയം. എത്ര നേരമായി നടക്കുമോ ഇത്? എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവിടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് സർക്കാർ ആശുപത്രി കൊണ്ടുവന്നത്. ഈ സമയത്ത് വല്ല പ്രൈവറ്റ് ആശുപത്രി ആണെങ്കിൽ രണ്ട് പാത്രമായി. രണ്ട് പാത്രമാകാൻ നിന്റെ പെണ്ണുമ്പിള്ള പ്രസവിക്കുന്ന പൊറോട്ട ഇറച്ചിയാണോ? അതല്ലെന്ന്. പിന്നെ കൊച്ചു വേറെ തള്ള വേറെ, രണ്ടിനെ പറഞ്ഞു. ഓ അങ്ങനെ. ആ നിങ്ങളൊന്ന് കേൾക്കണം. ആദ്യമേ ഇവര് വന്ന് പറഞ്ഞു നോർമൽ ഡെലിവറിയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു സുഖപ്രസവമാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓപ്പറേഷനാന്ന് പറഞ്ഞു. ഇപ്പൊ എന്ന് പറയാം സിസേറിയനാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? എടാ ഈ സിസേറിനും ഓപ്പറേഷനും ഒക്കെ ഒന്നും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഒന്നാണോ? പിന്നെ ഉറുമ്പ് കടിക്കണ വേദന ഉള്ളെന്നാ എന്റെ പെണ്ണുമ്പിള്ള എന്നോട് പറഞ്ഞേ. അതെ, ഇവിടെ കടന്ന് ബഹളം വെക്കാൻ പറ്റില്ല. ഇതൊരു തിയേറ്റർ ആണ്. തിയേറ്റർ ആകുമ്പോ ഒച്ചയും ബഹളം കൂക്കുവിളി ഉണ്ട്. അതല്ല തിയേറ്ററുള്ള. ഇതൊരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഓപ്പറേഷൻ തിയേറ്റർ. ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ചാ ഞാൻ അങ്ങ് എനിമ വെച്ച് തരും. സിനിമ വെച്ചവരാണ് വിജയുടെ തെറി വെച്ച തന്നെ. എനിമ വെച്ച എന്താവും അറിയാവോ? ഇല്ല. ആ പതഞ്ഞു ഊപ്പാട് വന്നോളൂ. അല്ല ഇത് ആരാ? മനോജാരാ? ഈ തൂണ് പോലെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലേ, ഞാനാണ് മനോജ്. നെറ്റിയിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ, അത് മനസ്സിലാക്കാൻ ചോദിക്കുമ്പോ അങ്ങ് പറഞ്ഞാ മതി കേട്ടോ. അതെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് 2 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ഉണ്ടാവും. തലേന്ന് 2 കുപ്പി ബ്ലഡ് വേണം. സിസ്റ്റർ, തലേന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. കാലിന്ന് കയ്യിൽ നിന്ന് എടുത്ത് എന്താണ് കുഴപ്പം? അറിയണമല്ലോ. താൻ കോമഡി അടിക്കാനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? തന്റെ കെട്ടിയോളാണോ അകത്ത് കിടക്കുന്നത്? അതെ, അത് റെഡിയാക്കി തരണം. ആ വേണം, 2 കുപ്പി ബ്ലഡ് വേണം. കൊണ്ടുതരാം. ഡോക്ടർ പറഞ്ഞേ. ഡോക്ടർ അവിടെ? ഡോക്ടർ സൗകര്യം എളുപ്പം വരും. ഡോക്ടറെ അവിടെ കിട്ടും. വരൂ സിസ്റ്റർ, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഒരുമാതിരി വൃത്തിയോട് പറഞ്ഞ ഡോക്ടറാണെന്ന് ഞാൻ വിചാരിക്കത്തില്ല കേട്ടോ. കണ്ണുകുത്തി പൊട്ടിച്ചാളെ ഞാൻ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ മേല. എന്നാ കണ്ണാ ഇത്? കണ്ണെല്ലാം കൂടെ വെളി വന്നല്ലോ. ഞാനതല്ല പറഞ്ഞത്. വാർഡിൽ ഒന്ന് റൗണ്ട്സിന് പോയാലോന്ന് ചോദിച്ചത്. റൗണ്ട്സിന് പോകാൻ സമയമാകുമ്പോ ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തോളാം. എല്ലാത്തിനും കൂടെ ഇവിടെ ഒരാളേ ഉള്ളൂ. ബാക്കിയൊക്കെ ലീവ് എടുത്ത് പോകുമ്പോ ആലോചിക്കണം. ഡോക്ടർ. എന്താണ് ഡോക്ടർ? ഇതൊരു സർക്കാർ ആശുപത്രിയാണോ? അതെ. ഇത് മൊത്തം കൊതുവും അഴുക്കും പൊടിയും മൊത്തം നാശമാണല്ലോ ഇത്. പിന്നെ എന്റെ ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഒരാഴ്ചയായി ഞാനും എന്റെ ഭാര്യയോട് വന്നിട്ട്. ഇതിപ്പോ എത്ര ദിവസം ഉറക്കോളപ്പായി? ഒറ്റ ദിവസത്തെ ഉറക്കോളപ്പ് കാരണം നീ എത്ര ദിവസമായിട്ടിരുന്ന് ഉറക്കോളക്കുന്നല്ലേ? ഇതൊക്കെ നേരത്തെ ആലോചിക്കണ്ടേ മിസ്റ്റർ? എന്നെ പാപ്പിച്ചാൻ നടക്കുന്നു. സിസ്റ്റർ, ഈ അഹങ്കാരിയുടെ ഭാര്യയ്ക്ക് ഒരു 5 സ്കാനിങ് കൂടെ എക്സ്ട്രാ കീച്ചിക്കോ. പിള്ളേടത്തോടെ പിണ്ടം തള്ളണം. അവൻ എന്നെ പഠിപ്പിക്കാൻ വരിക. ഡോക്ടർ ആരുടെ അത്? ഞാനാ അങ്ങ് വരട്ടെ? തനിക്ക് വേണേ വരണം. പണ്ട് വീട്ടിൽ വന്ന് ചികിത്സിക്കുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു. വേണേ ഇങ്ങോട്ട് വരണം. എന്താ വന്നത്? ഡോക്ടറെ കാണാൻ വന്ന. കണ്ടില്ലേ? എങ്ങനുണ്ട്? ഞാൻ പ്രതീക്ഷ പോലെ അത്ര സൗന്ദര്യമൊന്നും അല്ല. അതല്ല ചോദിച്ചത്. താൻ എന്നെ കാണാൻ വന്നാണോ? ആണെങ്കിൽ ചീട്ടെടുത്തിട്ടുണ്ടോ? ചീട്ടെടുക്കാൻ ഞാൻ തത്തമ്മയോ? അതല്ല, ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോന്നാ ചോദിച്ചത്. 2 രൂപ കൊടുത്തപ്പോ. അത് വേണം. ചുമ്മാ ചന്ത ചാടി പോകുന്ന പോലെ ഇങ്ങോട്ട് വന്നാൽ എന്നെ കാണാൻ പറ്റത്തില്ല. ടിക്കറ്റ് എടുത്തോ. ടിക്കറ്റ് വേണം. ഇതൊക്കെ ഇതെന്നാ തലയിലെന്നാ ചിതൽപ്പുറ്റോ? അയ്യോ, തനിക്ക് ഭയങ്കര സീരിയസ് ആണല്ലോ. അയ്യോ, ഇതൊക്കെ സൂക്ഷിക്കണ്ടേ മിസ്റ്റർ? എന്നാ പറ്റി? ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു കെയറിംഗും ഇല്ല. അയ്യോ, തനിക്ക് ഭയങ്കര സീരിയസ് ആണ്. എന്നാ പറ്റിയെന്ന് പറ. തനിക്ക് ഷുഗർ തീരെയില്ല. ഷുഗർ 40. നോക്കട്ടെ. നോക്ക്. എടാ പൊട്ടക്കണ്ണ ഭ്രാന്ത. എന്ത് ഷുഗർ 40 എന്നല്ല, ഷുക്കൂർ. എന്റെ പേര് 40 വയസ്സെന്നാ. ഇപ്പൊ എന്നാണ്
വിഷയം എന്താണ്? തലയ്ക്ക് ഭയങ്കര പെരുപ്പാ. തലയ്ക്ക് പെരുപ്പ്. ഇതല്ലേ മിസ്റ്റർ ആദ്യം പറയേണ്ടത്? ആണോ? ഇതല്ലേ ആദ്യം പറയേണ്ടത്? ഇപ്പൊ എന്താണ് അവസ്ഥ? എന്താണ്? തലയ്ക്ക് ഭയങ്കര പെരുപ്പ്. നല്ല പെരുപ്പുണ്ടോ? ആ. ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഓ, ഞാൻ വരുന്നില്ല, ഡോക്ടർ പോയി ഛർദ്ദിച്ചു. എടോ അതല്ല, തനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നില്ല. ഹേ, ഛർദ്ദിക്കാൻ വരുന്നില്ല? ഇല്ല. മുറിവുള്ള ആളല്ലേ? തീറ്റി എടുത്തായിരുന്നു? തീറ്റ എടുക്കാൻ ഞാൻ എന്നെ പെരുമ്പാമ്പോ. എന്തൊരു കഷ്ടമാണെന്ന് പറ ദൈവമേ. ഇവിടെ മുറിവുള്ള ആളല്ലേ താൻ? ഉവ്വ. അലർജി വല്ലതും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അലർജി വല്ലതും ഉണ്ടോന്ന്? അലർജി എന്ന് പറഞ്ഞാ ആ, വൈകുന്നേരം 2 എണ്ണം അടിച്ചില്ലെങ്കിൽ അലർജി ഉണ്ട്. ഉണ്ടോ? എനിക്കും ഉണ്ടോ ഇത്? ചെയ്യിപ്പിച്ച. എന്തായാലും അലർജി ഉള്ള സ്ഥിതിക്ക് ആ, തനിക്ക് ഞാനൊരു പെൻസിൽ എഴുതി തരാം. അതിനെ ഈ പേന തെളിയല്ലേ? ദൈവമേ, ഞാൻ പറയുന്നത് നീ മൂത്രത്തിൽ കല്ലുണ്ട് കേട്ടോ. എന്ത്? മൂത്രത്തിൽ കല്ലുണ്ട്. ആ, മൂത്രത്തിൽ കല്ലുമുണ്ട്. ഉണ്ട്. എടാ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? സൂക്ഷിക്കണം. ഞാൻ ഇതെങ്ങനെയും കളയാൻ നോക്കുക, അന്നേരം അത് പിടിച്ചു വെക്കാൻ പോണം. ഇവര് ഞാൻ മാറില്ല. ഇങ്ങോട്ട് മാറി നിൽക്കടാ. അങ്ങോട്ട് മാറി നിൽക്ക്. മാറി നിൽക്ക്. എന്നാ പരിപാടിയാ? നീക്കടാ. അമ്മേ. വലിച്ചുവിട്. ഏ, വലിച്ചുവിട്. ഉണ്ടോ? എന്തോന്ന്? തീർത്തുണ്ടോ? ചുമ്മാ വലിച്ചു വിടുമെന്ന് പറഞ്ഞിട്ട് കാര്യം. ടെലസ്കോപ്പിന് അടിച്ചു കൊല്ലുന്നുണ്ട് ഞാൻ പറഞ്ഞേക്കാം. ശ്വാസം വലിച്ചുവിടാം. വലിച്ചുവിട്. എന്റെ മെഡിക്കൽ ജീവിതത്തിൽ ഇങ്ങനൊരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ദൈവം, താൻ ചത്തു. എന്നാ പറഞ്ഞേ? താൻ ചത്തു. അയ്യോ ഡോക്ടർ, പ്ലീസ് ഒന്നോടെ നോക്കണം. ഒന്നുകൂടെ നോക്കിയിട്ട് കാര്യം. അയ്യോ, എനിക്ക് വിശ്വാസമില്ല. താൻ വിശ്വസിക്കണം. സത്യമായിട്ട് താൻ വിശ്വസിക്കണം. എന്റെ വീട്ടിൽ ചെന്ന് പറയണ്ടേ? വേഗം പോയി പറഞ്ഞോളൂ, താൻ മരിച്ചു. പ്ലീസ് ഒന്നോടെ നോക്കണം. എന്തൊരു കഷ്ടമായത്. ശല്യപ്പെടുത്തരുത്. വലിച്ചുവിട്. എടാ പ്രാമ്പ, ഇതെടുത്ത് ചെവിയിൽ വെക്കോ. ഞാനിപ്പോ മരിച്ചു പോയെന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ശവപ്പെട്ട് മേടിച്ചു വെച്ചാല്. സിസ്റ്റർ, 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 ഇവിടെ വരൂ. സിസ്റ്റർ ഇവിടെ വരൂ. കൊള്ളാതെ സാധനം. എന്താ ഡോക്ടർ? ഈ അഹങ്കാരിയുടെ മുറിവ് പച്ചയ്ക്ക് ശിച്ചിടണം. പച്ചയ്ക്ക്. അയ്യോ, അപ്പൊ മയക്കണ്ടേ? ചെന്ന് കേറിക്കൂടെ, അവൻ നിന്നെ മയക്കാതെ നോക്കി. എന്താടാ ഇത്? കുറെ എണ്ണത്തിന് ഇങ്ങനെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് രാവിലെ. ഡോക്ടർ, എന്താണ്? ഡോക്ടർ, എന്താണ്? ഡോക്ടർ, എന്ത് വേണു? ഡോക്ടർ, എന്റെ ഭാര്യ എങ്ങനെയുണ്ട്? എന്റെ ഭാര്യ എങ്ങനെയുണ്ട്? അവന്റെ ഭാര്യ എങ്ങനെ ഉണ്ടെന്ന് എല്ലാം ഒപ്പിച്ചു വെച്ച് ലേബർ റൂമിൽ കൊണ്ടിട്ടിട്ടാണോ ഇതൊക്കെ തിരക്കുന്നത്? കല്യാണത്തിന് മുമ്പ് അവിടെ പഞ്ചായത്തിൽ പോയി തിരക്കണമായിരുന്നു. ബ്ലിങ്ക് അബദ്ധം പറ്റിയല്ലേ? അയ്യോ അതല്ല, പിന്നെ എന്റെ ഭാര്യയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. ഓ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതാ ചോദിച്ചത്. എന്താ പേര്? മനോജ്. സി മിസ്റ്റർ മനോജ്, ആ, താങ്കൾ ഇവിടുന്ന് താങ്കളുടെ ഭാര്യയ്ക്ക് കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. ഉവ്വ. എന്തായാലും താങ്കൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഒരു പുതിയ ഭാര്യയുമായിട്ടായിരിക്കും. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഇതൊക്കെ എന്റെ ഡ്യൂട്ടി അല്ലേ? പക്ഷെ ഡോക്ടർ, ആ, ഡോക്ടർ എനിക്ക് പുതിയ ഭാര്യ തരുന്ന പകരം അകത്ത് കിടക്കുന്ന എന്റെ പഴയ ഭാര്യ ഉണ്ടല്ലോ, ആ, അവൾ അറിയരുത്. ആ കരിമന്തി അറിഞ്ഞാൽ അവൾ ഇതെല്ലാം കുളമാക്കും. ഡോക്ടർ വിളിക്കും. ഡോക്ടർ, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സുന്ദരിയായിട്ട് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോടി പോയി ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിച്ചോളാം. ഡോക്ടർ വിളിക്കും. ഡോക്ടർ തരൂ. ഡോക്ടർ പുതിയ ഭാര്യയെ തരും, ഞാൻ കൊണ്ടുപോകും. ഡോക്ടർ ഞാൻ വണ്ടി വിളിച്ചിട്ട് വരട്ടെ? ഡോക്ടർ ധൃതി വെക്കാതെ പുതിയ ഭാര്യയായിട്ട് പോകാനിരിക്കുകയാണല്ലേ? അകത്ത് കിടക്കുന്നത് കരിമന്തി. അവൾ അറിയരുത്. എടാ വേട്ടാവളിയാ, നിനക്ക് പെണ്ണൊപ്പിച്ചേരാൻ ഞാൻ എന്തോടെ ബ്രോക്കറാണോ? അല്ല. അവിടുന്ന് അവൻ പുതിയ ഭാര്യയും കൊണ്ട് പോകാൻ നിൽക്കുന്നു. നിന്റെ ഭാര്യയുടെ അസുഖം മാറ്റി അവളെ ആരോഗ്യവതിയായി തിരിച്ചു തരാമെന്നാ പറഞ്ഞത്. ഇങ്ങനെ ആശിപ്പിക്കരുത് ഡോക്ടർ. ഭയങ്കര ആശയായി പോയി. ഭയങ്കര ആശ. ഹിനാവുകൾ കണ്ടുപോയി. മനോജ് എവിടെ? മനോജ്. യെസ് മനോജ്. ആ, ഭാര്യ പ്രസവിച്ചു, സുഖപ്രസവം. എന്ത് തോന്നിയ സിസ്റ്റർ നിങ്ങൾ ഈ പറഞ്ഞത്? ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് പേരിടുന്നത് അതിന്റെ അച്ഛനമ്മയാണ്, അല്ലാതെ ഡോക്ടറും സിസ്റ്ററും കൂടെ ചേർന്നല്ല കുഞ്ഞിന് പേരിടുന്നത്. എവിടുത്തെ ന്യായമാണ്? എന്റെ കുഞ്ഞെ ഒന്നും വിചാരിക്കല്ലേ കേട്ടോ. തന്റെ കൊച്ചിന് പേരിടണോന്ന് ഞങ്ങൾ പറഞ്ഞോടോ, ഡോക്ടർ പറഞ്ഞോടോ. വെറുതെ അനാവശ്യം വിളിച്ച് പറഞ്ഞോണ്ടല്ലോ, കൊച്ചു മേടിച്ചു പോവല്ലോ. പിന്നെ നിങ്ങളിപ്പോ വന്ന് പറഞ്ഞോ എന്റെ ഭാര്യ പ്രസവിച്ചു ശിവപ്രസാദ് ഇപ്പൊ വന്ന് പറഞ്ഞല്ലോ. ഇവിടെ പൊട്ട സുഖപ്രസവം.
സുഖപ്രസവം എന്നാ പറഞ്ഞു. കുഞ്ഞിനെ കാണണോ തനിക്ക്? ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണേ. എന്റെ പ്രാർത്ഥന പോലെ എനിക്ക് ആൺകുഞ്ഞിനെ തന്നെ കിട്ടണേ. ഈശ്വര നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എനിക്ക് ആൺകുഞ്ഞിനെ തന്നെ കിട്ടിയല്ലോ. സന്തോഷം. ഐ ആം ഹാപ്പി. എടോ ഞാൻ വിചാരിച്ച പോലെ ആൺകുഞ്ഞല്ല, ഇതെന്റെ വിരലാ. വീട് എന്റെ പൊന്നു മക്കളെ, ഇങ്ങനെ ഒരു പൊട്ടൻ അച്ഛന്റെ ഒന്നിൽ അതിനകത്ത് കയറി കിടക്കണം, അല്ലെ വെളിയിൽ പോകണം. പോ വെളി പോകണ്ടോ? പോ. എക്സ്ക്യൂസ് മീ. Take a seat. എന്റെ പേര് ഗജേന്ദ്ര മന്നാടിയാണ്. Great. 57 വയസ്സ്. അതെന്റെ കുഴപ്പമല്ലല്ലോ. IAS ഉദ്യോഗസ്ഥൻ. മാസം 5 ശമ്പളം. പൊങ്ങച്ചം പറയാതെ കാര്യം പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതല്ല എന്റെ പ്രശ്നം എന്ന് പറഞ്ഞ ഡോക്ടറെ. പറയൂ. ഞാൻ എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ജീവിതമാണല്ലോ. IAS ഉദ്യോഗസ്ഥനല്ലേ, ഒരുപാട് തിരക്ക് കാണും. ഒരുപാട് തിരക്കാണ്. ഈ തിരക്ക് പിടിച്ച ജീവിതമല്ല അവിടെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ ഭാര്യ അവിടെ ഉണ്ടാകും. ഞാൻ ഇവിടെ ആദ്യം ഒന്നും മൈൻഡ് ചെയ്ത് അകത്തോട്ട് ബെഡ്റൂമിലേക്ക് പോയി കട്ടിലേക്ക് ഇരിക്കും. എന്നിട്ട് ഞാൻ ആദ്യം മൈൻഡ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇവള് എന്റെ തൊട്ടടുത്ത് വന്നിങ്ങനെ അങ്ങ് ഇരിക്കും. തോളയിലോട്ട് എന്റെ കൈ, അവളുടെ കൈ എന്റെ തോളയിലോട്ട് അങ്ങോട്ട് കൊണ്ടുവെക്കും. തോളെ കൈ വെച്ചിട്ട് അല്ല ഞാൻ പറഞ്ഞോണ്ട് വരുന്ന സംഭവം പറയൂ, വിശദമായി പറയൂ. അല്ല ഡോക്ടർ, വിശദമായി പറയൂ. താല്പര്യം കാണിക്കുന്നത് ഞാൻ പറയാം, പക്ഷെ ഇത് പുറത്ത് പറയാൻ പറ്റാത്ത. ഞാൻ ആരോട് പറയും? ഇവിടെ ഒന്നും ആരുമില്ല. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുതെന്നാണ്. അല്ല ഞാൻ പറയത്തില്ല. തോളെ കൈ വെച്ച് നീട്ടുണ്ടാവും. തോളെ കൈ വെച്ചിട്ട് എന്റെ കാതോട് ചേർന്നിരുന്നോണ്ട് എന്റെ പെണ്ണുമ്പോൾ എന്റെ അടുത്ത് പറയും. എന്തു പറയും? ഇനിയും കിടന്ന് മൂത്രമൊഴിച്ചാൽ ഞാൻ ഈ ബെഡ്ഷീറ്റ് എടുത്തിട്ട് സ്നഗ്ഗിയാക്കി വെച്ച് തരുമെന്ന്. എണീക്ക്. ഗജേന്ദ്രൻ മന്നാടിയാർ, IAS ഉദ്യോഗസ്ഥൻ, 5 ഡിജിറ്റ് സാലറി. ഇപ്പോഴും കട്ടിലേ കിടന്ന് മൂത്രമൊഴിക്കല പരിപാടി അല്ലേ? ഇവിടെ നാണമുണ്ടോ പോത്തെ? തനിക്ക് നാണമുണ്ടോ? ഇവിടെ പുരുഷന്മാരെ മൊത്തം അപമാനിക്കാൻ തന്നെ പോലെ ഒറ്റ മതിയല്ലോ. ഇതൊന്നും വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. സിസ്റ്റർ, താനോ ഇത് പെണ്ണുങ്ങൾ അറിയണം, സ്ത്രീകൾ അറിയണം. പറയും ഞാൻ സ്ത്രീകൾ അറിയണം. തന്നെ പോലുള്ളവർ നാണം കെടണം. സിസ്റ്റർ ഇവിടെ വരൂ. സിസ്റ്റർ അല്ലേ പറഞ്ഞത് ഞാൻ മാത്രമേ കട്ടിലിൽ കിടന്ന് മൂത്രം ഒഴിക്കാറുള്ളൂ എന്ന്? ദേ നിൽക്കുന്നു ഒരു മഹാൻ. എടാ പാടെ കിടന്നു പുള്ളി ഇങ്ങോട്ട്. ഇതിന് വേണം സുഖവും നനവിൽ നിന്ന് സംരക്ഷണവും. അന്താരാഷ്ട്ര മികവോടെ പുതിയ സ്നഗി ഡ്രൈ ഈർപ്പം വലിച്ചെടുത്ത് ശരീരത്തെ നനവിൽ നിന്ന് സംരക്ഷിക്കുന്നു. രാത്രിയിലും കുഞ്ഞുങ്ങൾ കുസൃതിയായിരിക്കുന്നതല്ലേ രസം. പുതിയ സ്നഗി ഡ്രൈ.